ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വയറും വണ്ണമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി മാജിക്കൽ പൗഡറുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ഓരോ ചാനലിലും ഇതുപോലെ പല വെയിറ്റ് ലോസ് ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിലേതാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടെന്ന് തോന്നുന്നത് ആ ഒരു ഡ്രിങ്ക് മാത്രം കുടിക്കുക. ഏതൊരു ഡ്രിങ്കാണ് നിങ്ങൾ യൂസ് ചെയ്യണതെങ്കിലും അത് അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 ഡേയ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് യാതൊരു ചേഞ്ചസും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഡ്രിങ്ക് ഫോളോ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അത് നിങ്ങൾ ഒഴിവാക്കുക. ഇനി നമുക്ക് ഈ ഒരു പൗഡർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു പൗഡർ ഉണ്ടാക്കി ഒരു 20 ഡേയ്സ് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറും നമ്മുടെ ശരീരത്തിൻ്റെ ഇഞ്ചസും ഉറപ്പായിട്ടും കുറയും. ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണം കുടിക്കാൻ. നമ്മുടെ പൗഡർ ഉണ്ടാക്കാൻ വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് സീഡാണ്. അത് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലൊരു ഫ്രൈയിങ് പാനിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലാക്സ് സീഡ്സ് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരുമാതിരി എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ കിട്ടാനില്ലാത്തവർക്കാണെങ്കിൽ ആമസോണിൽ ഓൺലൈൻ വഴി നമുക്കിത് വാങ്ങാവുന്നതാണ്. ഒത്തിരിയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് ഫ്ലാക്സ് സീഡ്സ്. അതുപോലെ തന്നെ ഇത് omega-3 ആൻഡ് ഫൈബർ റിച്ച് ആണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഇൻറ്റസ്റ്റൈനെ ക്ലീൻ ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ്റിലുള്ള ആവശ്യമില്ലാത്ത കൊഴുപ്പിനെയൊക്കെ ഉരുക്കി കളയുകയും നമ്മുടെ വെയിറ്റും വയറും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചസ് കുറയ്ക്കാനും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്യുക. ഹോർമോണിൻ്റെ ലെവലിനെ ഇത് നന്നായിട്ട് ബാലൻസ് ചെയ്യും. ഇതങ്ങനെ നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. ഇനി അടുത്തായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഉലുവ നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഫൈബർ അധികം ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഇതിലേക്ക് 4 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകവും ഈ പറഞ്ഞതുപോലെ ഫൈബർ റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് വളരെ ഫാസ്റ്റായിട്ട് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇൻസുലിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യും. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകവും ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ ഇതിൽ അയൺ, കാൽസ്യം, കോപ്പർ, മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ റിട്ടൻഷനെ ഇല്ലാതാക്കാനും ഡൈജഷൻ നല്ലപോലെ നടക്കാനും ഇത് സഹായിക്കും. ഒപ്പം കോൺസ്റ്റിപ്പേഷൻ തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അയമോദകമാണ്. അയമോദകത്തിൽ ഹൈ ലെവൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിനെല്ലാം റിമൂവ് ചെയ്യുകയും ഡൈജഷൻ ട്രബിൾസിനെ എല്ലാം നേരെയാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഒപ്പം ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും ഒത്തിരി നല്ലതാണ് ഇത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു പകുതി റോസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ 2 തണ്ട് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഒറിജിനൽ കറുവപ്പട്ട ആയിരിക്കണം. ഒറിജിനൽ കറുവപ്പട്ട എന്ന് പറഞ്ഞാൽ ഇതുപോലെ തിന്നായിരിക്കും. കണ്ടില്ലേ, ഇതുപോലത്തെ 2 കറുവപ്പട്ടയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കറുവാപ്പട്ട എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ സ്പൈസസ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഉണങ്ങിയ കറിവേപ്പില വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ജാറെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ ഉണങ്ങിയ ജാറ് വേണം എടുക്കാൻ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മാത്രം നിങ്ങൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താൽ മതി. അല്ലാത്ത പൊടിയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് എങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുകയേ വേണ്ട. ഇതപ്പം അങ്ങനെ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പൊടിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി പൊടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാക്സ് സീഡ്സിൽ നിന്ന് ഒരു തരം ഓയിൽ ഇറങ്ങും. അതുകൊണ്ട് ഒത്തിരി പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പാകം പരുവമാണ്.
ഇനി നമുക്ക് ഈ പൗഡർ ഇതുപോലെ ഗ്ലാസിൻ്റെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം. നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നറിൽ ഒരല്പം പോലും വെള്ളം പാടില്ല. അതുപോലെ ഈ ഒരു പൗഡർ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. കാരണം ഫ്ലാക്സ് സീഡ്സ് ഇതുപോലെ പൊടിച്ച് 5 ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ തന്നെ ഒരു കനപ്പ് ചുവ വരും. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഇതൊരു 10 ഡേയ്സിലേക്കുള്ള പൗഡറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു വലിയ ഗ്ലാസ്സാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് പൗഡർ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യണം. നിങ്ങളൊരു ചെറിയ ഗ്ലാസ്സാണ് എടുക്കുന്നത് എങ്കിൽ 1 ടേബിൾ സ്പൂൺ വടിച്ച് പൗഡർ എടുത്താൽ മതി. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണം നമ്മളിത് കുടിക്കാൻ. ഇനി ഇത് കുടിക്കേണ്ടത് രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ്. 1 മണിക്കൂർ മുമ്പ് കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 30 മിനിറ്റ്സ് മുന്നെങ്കിലും ഇത് കുടിക്കുക. ഇനി നിങ്ങൾ കുറഞ്ഞതൊരു 15 ദിവസമെങ്കിലും കണ്ടിന്യൂ ചെയ്യുക. 15 ദിവസം കഴിഞ്ഞിട്ട് യാതൊരു ചേഞ്ചസും ഇല്ലെങ്കിൽ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യുക. റെഗുലറായിട്ട് ഇത് 30 ഡേയ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ടാകും. പിന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഒപ്പം എല്ലാ ദിവസവും കുറഞ്ഞതൊരു 20 to 30 മിനിറ്റ്സ് എങ്കിലും നടക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ഓരോ വെയിറ്റ് ലോസ് വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസുമായി ഞാൻ വരുന്നതാണ്. അതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ടിൽ ദെൻ ബൈ ബൈ.